കുറേ നാൾ മുമ്പ് ഞാൻ മുക്കൂട്ടുതറയിലുള്ള ഒരു ഗാർഡനിൽ നിന്ന് ഒരു വിൻഗാ റോസ് വാങ്ങിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ മുകൾ വശം അങ്ങ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുവട് വശവും മുകൾ വശവും ഞാൻ രണ്ടായിട്ട് കുഴിച്ച് വെച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചുവട് വശം അങ്ങ് ഉണങ്ങിപ്പോയി. എന്നാൽ മുകൾ ഭാഗം വേര് പിടിച്ച് കിട്ടി. അതിനെ ഞാൻ വീണ്ടും റീപോർട്ട് ചെയ്ത് ഇത്രയും വളർന്നത് ഇതുപോലെ നല്ല നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുകയാണ്. അന്ന് ഞാൻ കുറച്ച് വിഷമിച്ചെങ്കിലും ഇന്ന് നല്ല സന്തോഷത്തിലാണ്. കാരണം അതുപോലെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാനിതിന് കൊടുത്തിട്ടുള്ള പോട്ടിങ്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടൊരു മിശ്രിതമാണ്. വലിയ കെയറിങ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ വിൻഗാ റോസ്. മഴയത്തും വെയിലത്തും പൂക്കളുണ്ടാവുന്ന ഈ ഒരു ചെടി എപ്പോഴും നമുക്ക് മുറ്റത്ത് പൂക്കൾ വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നല്ല മഴയുള്ള സമയത്ത് ചെടി ചീഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി. നിലത്താണ് നട്ടിരിക്കുന്നതെങ്കിൽ പേടിക്കാനൊന്നുമില്ല, ചെടിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല. പക്ഷേ പോട്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി നേർത്ത തണ്ട് മണ്ണിൽ കുഴിച്ച് വെച്ചും വെള്ളത്തിലിട്ടും വേര് പിടിപ്പിച്ചെടുക്കാം. പിന്നെ സീഡ് കിട്ടും, സീഡ് വിതച്ചും നമുക്ക് പുതിയ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഗാർഡനിൽ നല്ല നല്ല പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വിൻഗാ റോസ് വാങ്ങിച്ച് മുറ്റം ഭംഗിയാക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.